നിക്ക്. നിന്റെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചിരുന്നു. ഭയം വന്നു തുടങ്ങിയല്ലേ അവർക്കും. ഭയക്കണം. പിന്നെ നിന്റെ അനിയത്തിയില്ലേ, ഭാവിയിൽ അവള് നിന്റെ ചേച്ചിയായിട്ട് മാറും. അവൾ എന്നോട് തർക്കിക്കുന്നു. താനോ നശിക്കുന്നു, കുലവും കെടുത്തുവെന്ന് പറയുമല്ലോ. നീ കാരണം നിന്റെ കുടുംബവും പ്രശ്നത്തിലാവാൻ പോവാ. തീരുമാനമെടുക്കാൻ ഇനിയും വൈകിട്ടില്ല. അർഹതയില്ലാത്തത് ആഗ്രഹിച്ചതും നേടിയെടുത്തതും തെറ്റാണെന്ന് തോന്നിയാൽ നല്ലത്. പ്രായശ്ചിത്തം ചെയ്ത് മറ്റുള്ളവരെ ജീവിക്കാൻ വിട്ടാൽ അതിനേക്കാൾ നല്ലത്. ഒട്ടും വൈകിട്ടില്ല. നിന്റെ തീരുമാനം 3 കുടുംബങ്ങളെ സുരക്ഷിതമാക്കും. നന്ദനെ വിട്ടു പോയാൽ നിനക്ക് കൊള്ളാം. അവരോട് പറഞ്ഞു തീർന്നില്ല. അതിനു പിന്നെ കട്ട് ചെയ്ത് കളഞ്ഞില്ലേ? അവരെന്താ പറഞ്ഞേ? അനുഭവിക്കാൻ തയ്യാറായിക്കോളാന്നോ? അവരാരാ? തമ്പുരാട്ടിയോ? അമ്മയ്ക്ക് വിഷമിക്കണമെങ്കിൽ അങ്ങോട്ട് മാറി ഇന്ന് വിഷമിച്ചോ. ഞാൻ ഇനി ഇവരെയൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. എന്റെ മോള് ആ വീട്ടിലാ ജീവിക്കുന്നത്. അവക്ക് എന്തെങ്കിലും ചേച്ചിക്ക് എന്തെങ്കിലും ദോഷം വരട്ടെ, അപ്പ കാണിച്ചു കൊടുക്കാം. അതുമല്ല, ചേച്ചിയെ പൊന്നുപോലെ നോക്കാൻ അവിടെ നന്ദേട്ടനുണ്ട്. പിന്നെ എന്തിന് ഇവരെയൊക്കെ പേടിക്കണം? പേടിച്ച പറ്റൂ മോളെ. അവരാഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്താൻ അവർക്ക് പറ്റും. നമ്മൾ പേടിച്ചേ പറ്റൂ. പേടിച്ച് അവരുടെ വായിലിരിക്കുന്ന മുഴുവനും കേട്ട് ഒരക്ഷരം തിരിച്ചു പറയാതെ വരുന്നവരെല്ലാം അനുഭവിക്കുക. ഒരു കാര്യം ചെയ്യ, അമ്മയോ അച്ഛനെ പോലെ സന്യാസം സ്വീകരിക്കുക. എന്നിട്ട് ചേച്ചിയെ വിളിച്ച് ഇവിടെ കൊണ്ട് നിർത്ത്. ഇതിലും ഭേദം അതാ. മനുഷ്യരായ കുറച്ചെങ്കിലും ധൈര്യം വേണം.